നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ വിഷ്ണു. ഞാൻ ഷോൾഡർ ആൻഡ് സ്പോർട്സ് ഇഞ്ചുറി സ്പെഷ്യലിസ്റ്റാണ്. ഇന്ന് നമുക്ക് തോളുവേദനയെക്കുറിച്ച് സംസാരിക്കാം. എല്ലാവർക്കും അവരുടെ ലൈഫ് ടൈമിൽ എപ്പോഴെങ്കിലും ഒരുപക്ഷെ തോളുവേദന വന്നിട്ടുണ്ടാകാം. തോളുവേദന പല കാരണങ്ങളാൽ വരാം, അതായത് ഷോൾഡർ പെയിൻ. ചിലപ്പം ഒരു മൈൽഡ് സ്പ്രെയിൻ കൊണ്ടുവരാം, അല്ലെങ്കിൽ അത് ചിലപ്പം ഒരു ഇഞ്ചുറി കാരണം വരാം, അതല്ലെങ്കിൽ ഒരു കാരണവും ഇല്ലാതെ വരാം. അത് ചിലപ്പോൾ ഇത് ഇൻഫെക്ഷൻ കൊണ്ടും വരാം. ഇനി മൈൽഡ് പെയിൻ നമ്മളൊന്നും ചെയ്യണ്ട. എപ്പോഴാണ് നമ്മൾ ഈ വേദനയെ സീരിയസ് ആയിട്ട് കാണേണ്ടതും എപ്പോഴാണ് നമ്മൾ ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ടതും? ഒരു വിധത്തിൽ പറഞ്ഞാൽ നമുക്കിത് റെഡ് ഫ്ലാഗ്സ് എന്ന് പറയാം ഷോൾഡർ പെയിൻ്റെ. ഒന്ന്, സിവിയർ പെയിൻ. രണ്ടാമത്, പ്രോഗ്രസീവ് പെയിൻ കൂടിക്കൂടി വരിക. മൂന്നാമത്, പ്രോഗ്രസീവ് സ്റ്റിഫ്നെസ്, തോളിൻ്റെ മൂവ്മെൻറ്റ്, ചലനം കുറഞ്ഞു വരിക. നാലാമത്, നമ്മുടെ ഉറക്കത്തിനെയും ബാധിക്കുക, പെയിൻ കാരണം നമുക്ക് ഉറങ്ങാൻ പറ്റാതാകുക. 5, നമ്മളെ ബുദ്ധിമുട്ട്, വേദന കാരണം നമ്മുടെ പഴയ ഡേ ടു ഡേ ആക്ടിവിറ്റി അഫക്റ്റഡ് ആവുക. ഇതൊക്കെയാണ് റെഡ് ഫ്ലാഗ്സ്. പിന്നെ കൂടാതെ 2 റെഡ് ഫ്ലാഗ്സ്, മറ്റു ജോയിൻറ്റിൽ പെയിൻ ഉണ്ടാകുക, അല്ലെങ്കിൽ ഈ വേദനയുടെ കൂടെ ഫീവറും വരിക. ഇതൊക്കെയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ സഹായം തേടണം. ഇനി മൈൽഡ് പെയിനിന് നമ്മൾ ഷോൾഡർ സ്ട്രെങ്തനിങ് എക്സസൈസും സ്ട്രെച്ചിങ്ങും മാത്രം മതി. നമ്മളെ ബാക്കി കാരണങ്ങൾ, നമ്മൾ തോളിൻ്റെ ഏത് കാരണത്താലാണ്, ഏത് പ്രോബ്ലം ഡയഗ്നോസിസ് കാരണമാണ് തോളുവേദന വരുന്നത് എന്നനുസരിച്ചിരിക്കും. ഉദാഹരണമായി, തോളുവേദന നമുക്ക് മസിൽ ഇഞ്ചുറിയിൽ വരാം, സ്പ്രെയിനിൽ വരാം, ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ സബ് ക്ലിനിക്കൽ ഇൻസ്റ്റബിലിറ്റി, തോള് തെന്നുന്നതിൽ വരാം, ഫ്രോസൺ ഷോൾഡർ അതായത് സ്റ്റിഫായ ഷോൾഡർ കണ്ടീഷനിൽ വരാം, തേയ്മാനം ഉണ്ടായ വരാം, വാതരോഗങ്ങൾ ഉണ്ടായ വരാം, ഇൻഫെക്ഷൻ ഉണ്ടായ വരാം, ചിലപ്പം അബ്നോർമൽ കാൽസിഫിക്കേഷൻ ഡെപ്പോസിറ്റ്, കാൽസിഫിക് ടെൻഡിനോപ്പതിയിൽ വരാം. അങ്ങനെ 100,000 കാരണത്തിൽ വരാം. നെർവ് റിലേറ്റഡ് ആയിട്ട് വരാം. ചിലപ്പം ഈ പെയിൻ നമ്മുടെ കഴുത്തിൽ നിന്നുള്ള നെർവിനെ അഫക്ഷൻ കൊണ്ടുവരാം. അങ്ങനെ പല കാരണങ്ങളാൽ വരാം. ഏത് കാരണത്താൽ തോളുവേദന വരുന്നു അത് ചികിത്സിച്ചാൽ നമുക്ക് തോളുവേദനയിൽ നിന്ന് ശമനം കിട്ടും. ചിലപ്പം ഇത് ഫിസിയോതെറാപ്പി ആയിരിക്കാം, ചിലപ്പം ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കാം, ചിലപ്പം മെഡിക്കേഷൻസ് ആയിരിക്കാം, ഒരുപക്ഷെ സർജറിയും ഇതിനു വേണ്ടി സർജറിയുടെ ആവശ്യവും വരാം. താങ്ക് യു.